കാരണം ആ സ്കൂൾ നടത്തുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. ഹിജാബ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് ഒരു മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടിയെ എന്തിനാണ് ഇങ്ങനെ കരുവാക്കുന്നത്? മുതിർന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, കോളേജിലാണെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ആളാണ്. ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കരുവാക്കി അതിനെ ഹിജാബ് ഇടാൻ പറ്റുന്ന ആയിരക്കണക്കിന് വേറെ സ്കൂളുകൾ കാണും. ആ സ്കൂളുകളിലേക്ക് അയക്കുക, ഇവിടെ തന്നെ അയക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ് മാതാപിതാക്കൾ. എത്ര സ്കൂളുകളുണ്ട് കേരളത്തിൽ? ആ പറയുന്ന സ്ഥലത്ത് തന്നെ. കൊച്ചിയാകുമ്പോൾ പിന്നെ എറണാകുളമൊക്കെ ആകുമ്പോൾ സ്കൂളുകളുടെ പ്രളയമല്ലേ. അപ്പോൾ ആ കുട്ടികളെ എന്തുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകുന്നില്ല? അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ അങ്ങനെ പറ്റുന്ന സ്കൂളുകളിലേക്ക് തന്നെ മാറ്റാം, അവർക്കും സഹായിക്കും. പക്ഷേ അതിനപ്പുറം സ്കൂളിൽ പോയി ബഹളമുണ്ടാക്കുക, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ബഹളമുണ്ടാക്കുക, പിന്നെ നിരോധിക്കപ്പെട്ട സംഘടനകൾ വന്ന് ബഹളമുണ്ടാക്കുക, തീവ്രവാദ സംഘടനകൾ വരുന്നു എന്ന് വാർത്ത വരിക, ഇതൊരു നല്ല ശീലമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇതിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ആവശ്യമുണ്ട്. എന്താണ് അമിക്കബിൾ സെറ്റിൽമെൻറ്റ്? സ്കൂളിൻ്റെ യൂണിഫോം ചിട്ടകളും എന്ത് വേണമെന്ന് ഒരു ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സ്കൂളിന് തീരുമാനിക്കാം.